വീഡിയോ കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇട്ടല്ലേ ഇത്? സ്റ്റാറ്റസ് ഇട്ടാണോ? നിങ്ങൾ പത്രക്കാർക്ക് വിളിച്ചു കൊടുത്തത്? നിങ്ങളത് ആ കൊടുത്ത നിങ്ങൾ പത്രക്കാർക്ക് കൊടുത്ത വീഡിയോ നിങ്ങൾ എടുത്ത വീഡിയോ ആണോ? വല്ലയിടത്തുനിന്നും നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തിൽ നിന്ന് എഡിറ്റ് ചെയ്ത് അവർക്ക് കൊടുത്താണോ? എന്ത് ചെയ്ത് കൊടുത്താണ് നിങ്ങൾ? കട്ട് ചെയ്തിട്ടാണ്. അത് നിങ്ങൾ ഇവിടെ കണ്ട പുലിയെ കണ്ടു എന്നുള്ളത് നിങ്ങൾ പത്രക്കാർക്ക് നിങ്ങൾ കണ്ടു എന്നും നിങ്ങൾ കണ്ട് നിങ്ങളത് മാറിപ്പോയെന്നും പറഞ്ഞൊരു വീഡിയോ കണ്ടല്ലോ. അത് നിങ്ങൾ എടുത്തതാണോ അതോ വല്ലയിടത്തുള്ള സാധനം എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? എഡിറ്റ് ചെയ്ത് കൊടുത്താണോ? അല്ലേ? നിങ്ങൾ പോലീസിൽ കേസ് കൊടുക്കണ്ട, വേറൊന്നുമല്ല. നിങ്ങൾ ജനങ്ങളെ മനഃപൂർവ്വം പരിഭ്രാന്തി വരുത്താൻ വേണ്ടി ഇമാര് വൃത്തികേടുകൾ ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് അല്ല, നിങ്ങൾ പത്രക്കാർക്ക് അധികം നിങ്ങൾ കൊടുത്ത വീഡിയോ ആണല്ലോ കണ്ടത് അല്ലെ? ജനങ്ങളെ ഞാനായിട്ട് വിളിച്ചു കൊടുത്തതല്ല സാർ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരൻ ഏജന്റാണ്, പത്ര ഏജന്റാണ്. പുള്ളി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പം യഥാർത്ഥത്തിൽ സംഭവം പുലി ഇവിടെ ഉണ്ട്, പുലി എന്റെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഈ വീഡിയോ എന്നോട് ഇങ്ങനെ ചോദിച്ചെന്താ ഞാനിത് ന്യൂസിൽ കൊടുക്കട്ടെ, ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞതാണ് അവരോട്. അപ്പൊ നിങ്ങള് ആ തിരുനെല്ലി കണ്ടപ്പോ അപ്പൊ നിങ്ങളാണോ ഈ വീഡിയോ ഇത് ഇവർക്ക് കൊടുത്തത്? ആർക്ക്? നിങ്ങൾ അതിനകത്തൊരു 12 മിനിറ്റുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് സാർ അതിനകത്തുള്ളത്. അപ്പൊ ആ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇത് ഞാനത് പത്രത്തിൽ കൊടുക്കേണ്ടി വെച്ചു. അപ്പൊ പത്രത്തിൽ അവർ അതിന്റെ ഒരു ക്ലിപ്പിംഗ്സ്. ആരെ നിങ്ങൾ ചോദിച്ചത്? അതൊരു മനോരമയുടെ ഇവിടെ ഒരു ഏജന്റാണ്. പേരെന്താ? പേര് സുഹൈൽ എന്ന് പറയും. പത്രത്തിന്റെ ഒരു ഏജന്റാണ്, ഒരു പത്ര ഏജന്റാണ്, റിപ്പോർട്ടറല്ല. പക്ഷെ നിങ്ങളുടെ ആ വീഡിയോ കയ്യിൽ കാണിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ചാനലിൽ വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ വന്ന് രാത്രി ചെയ്യുന്നു, നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങളുടെ ഇത് അങ്ങനെയാണല്ലോ, ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, അത് നിങ്ങളുടെ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ആണോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ജീപ്പിൽ നിന്ന് എടുത്ത വീഡിയോ അല്ല, നിങ്ങൾ അവിടെ കടുവേനെ കണ്ടിട്ടില്ല അല്ലേ? കടുവയുണ്ട്. എവിടെ കടുവേണ്ടെന്ന്? ഈ ഭാഗത്ത് ഇത് ചടക്കേക്കൊണ്ട് വനഭാഗങ്ങളിൽ കടുവയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഇല്ലാന്ന് ഞങ്ങൾ ഇത് ചെയ്തില്ല. പക്ഷെ ഇന്ന് പേപ്പറിൽ വന്ന ന്യൂസ് അല്ലല്ലോ. അത് ഞാൻ പറയുന്നത് ഇത് ഒന്നാമത് ജനങ്ങൾ വളരെ ഭീതിയോടുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥ. സാറേ ഞാനായിട്ട് വിളിച്ച് പറഞ്ഞതൊന്നും അല്ലത്. ഇതിങ്ങനെ പിന്നെന്താ സംഭവിച്ചത്? ഒരു ന്യൂസുകാരോട് പോലും ഞാൻ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു ന്യൂസ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാനായിട്ട് ആവശ്യപ്പെട്ട ഒരു ന്യൂസുകളും ഞാൻ കൊടുത്തിട്ടില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇത് എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കടുവയിനടുത്ത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, നിങ്ങളാണല്ലോ അത് അയച്ചു കൊടുത്തത് അല്ല? പത്രക്കാർക്ക് അയച്ചു കൊടുത്താരാ? പത്രക്കാർ ചോദിച്ചു മേടിക്കാണ് ഇത്, ഞാനായിട്ട് അയച്ചു കൊടുത്തല്ലേ? നിങ്ങൾ ചോദിച്ചെങ്കിൽ അത് അയച്ചു കൊടുത്തത് നിങ്ങളാണല്ലോ. നിങ്ങൾ കണ്ടു പറഞ്ഞ് അയച്ചു കൊടുത്തത് ഈ വരുന്ന ന്യൂസിലൊക്കെ കണ്ട് നിങ്ങളാണല്ലോ അയച്ചു കൊടുത്തത് അല്ലേ? അല്ലാതെ പത്രത്തിലെ റിപ്പോർട്ടർമാർ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ അയച്ചു കൊടുത്തു. നിങ്ങൾ അയച്ചു കൊടുത്ത വേറെ എവിടുത്തെ സാധനം നിങ്ങൾ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു അല്ലേ? അവരെടുത്ത് പറഞ്ഞു ഇത് എഡിറ്റ് ചെയ്താന്ന് പറഞ്ഞവർ നിങ്ങൾ അവര് അല്ല. അപ്പൊ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കണ്ട ഏതൊരു ഇതിന്റെ ഫോട്ടോ. കടുവ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കടുവ സാന്നിധ്യത്തിന്റെ പ്രശ്നങ്ങളെ ഞങ്ങൾ ഇവിടെ കടുവേനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കടുവയ്ക്ക് കൂട് വെച്ചിട്ടുണ്ട്, ഓടിച്ചു വിട്ടിട്ടുണ്ട്, പല പ്രാവശ്യം പല വന്യമൃഗങ്ങളെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. അതല്ല നിങ്ങൾ ഈ എന്റെ തന്നെ ഞങ്ങൾ പുലിയും കടുവനെയും വന്യമൃഗങ്ങളൊക്കെ ആക്രമിച്ചവരുടെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് ഒരു മലയോര മേഖലകളിലെ ജനതയെ മൊത്തം ആശങ്കയിലാക്കുന്ന ഒരു പരിപാടിയാണ്, ആണല്ലോ? ഇത് ഇവിടെ ഇഷ്ടം പോലെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്. നിങ്ങൾ ഈ പ്രദേശത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നതും അങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലമാണോ? ഇപ്പൊ നിങ്ങളിപ്പോ മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് കടുവ വന്നു നിന്നു, നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു, നിങ്ങൾ വീഡിയോ എടുത്തു, അത് അയച്ചു, നിങ്ങൾ ഒന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? ഓഡിയോ ക്ലിപ്പ് ഫോൺ വിളിക്കുന്ന സംഭാഷണങ്ങൾ അവർ റെക്കോർഡ് ചെയ്തതാണ്. ഓഡിയോ ക്ലിപ്പ് ഒന്ന് കാണിച്ചേ. അതെ ഓഡിയോ ക്ലിപ്പിൽ നിങ്ങൾ പറയുന്ന ശുദ്ധം നുണയല്ലേ? അല്ല, ഞാൻ പറഞ്ഞു ഈ പറയുന്നത് നിങ്ങൾ അവിടെ വന്നു, അത് നിങ്ങൾ ഞാൻ പറയട്ടെ, ഇത് അത് കഴിഞ്ഞിട്ട് മാറി കിടന്നു, രണ്ടാമത് വേറെ സ്ഥലത്ത് പോയിരുന്നു, അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ? അപ്പൊ ശുദ്ധം നുണയാണ് നിങ്ങൾ ഓഡിയോ ക്ലിപ്പിലും പറയുന്നത് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഓഡിയോ ക്ലിപ്പിലും നിങ്ങൾ ശുദ്ധം നുണയാണ് പറയുന്നത്, ആണോ അല്ലയോ? അത് ഫോൺ വിളിച്ച് ചോദിച്ചതാണ് സാർ. നിങ്ങളെല്ലാം സംസാരിക്കണം. അപ്പൊ നിങ്ങൾ വെറുതെ നുണ പറയാണ് ബേസിക്കലി അല്ലേ? അല്ല എന്താ സംഭവിച്ചത്? ഞാൻ ചോദിക്കുന്നത് വളരെ ജെറിൻ, നിങ്ങൾ വളരെ ഇതാണ്.